5 ലക്ഷം രൂപ തിരിച്ചു വിടുള്ളൂ എന്നാ പറയുന്നത്. 5 ലക്ഷം രൂപ കൊടുത്താലേ തിരിച്ചു വിടുള്ളൂ കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നൈസ് ടു മീറ്റ് യു. അവന്റെ ചാനലടാ. സോറി, വെൽക്കം ടു ഹിസ് ചാനൽ. നൈസ് ടു മീറ്റ് യു. ഞങ്ങൾ അടുത്തൊരു ജൂറി ആയിട്ട് വന്നേക്കാണ്. ഇന്ന് എന്റെയും അവന്റെയും ജൂറിയാണ്. എന്നെ കണ്ടിട്ട് എന്റെയും നിന്റെയും ജൂറിയാണ്. നിന്റെ നാട്ട് മോന്താണ്. ഞങ്ങൾക്ക് എനിക്കെന്താ പ്രാക്ടിക്കല് കമ്പ്യൂട്ടറില് മറ്റേ പെയിന്റ് അടിക്കുന്ന സംഭവം. പക്ഷെ അതല്ല, ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് ഈ കോളേജിലുള്ളത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, ആകെ 2 പരീക്ഷയും കൂടി ഇനിയുള്ളൂ. അത് ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പിലൊക്കെയാണ് വെക്കുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. ജൂറിയാണെന്ന് എന്ത് പറയുന്ന അറിയില്ല. വെരി ബാഡ്. ഇവനാണ് തുടക്കം. അതങ്ങനെ വരുള്ളൂ. ആദ്യത്തെ ആള് ഇവനാണ്. ആ ഒരു ഭാഗ്യക്കുറി. അതെ, ഹരിയാന ബമ്പർ ലോട്ടറി. ഹരിയാന ബമ്പർ 1ാം സമ്മാനം 4 അപ്പൊ ഇവനെ കണ്ടിട്ട് വേണം എനിക്കറിയാൻ എങ്ങനെയുണ്ടെന്ന് ജോലി. അപ്പൊ ഫസ്റ്റ് ഇവനാണോ കയറുന്നത്. അവനെ ആരെങ്കിലും വറുത്ത് തിന്നിട്ട് വേണം എന്നെ വറക്കാൻ. ഇതെന്താണ്, വണ്ടിയാണോ ഗൈസ്? വാനെടുത്ത വാന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ. നമ്മളിപ്പോ അമ്പലത്തിൽ കോളേജിലേക്ക് വീണ്ടും വന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കോളേജ് കാണുന്നു. ആൽബി, ആർ യു ത്രിൽഡ്? പിന്നെ ഈ കോളേജിലേക്ക് ഇത്ര ത്രില്ലിന്റെ ആവശ്യം അങ്ങനെയല്ല, പരീക്ഷ ചോദിച്ചാൽ ജൂറിയുടെ കാര്യം എന്താണ്. ഞാൻ അന്നിട്ട പാന്റ് തന്നെയാണ് പിന്നെ കുളി നനയൊന്നില്ലേ? ഒരു ടോപ്പ് അല്ല, ഒരു പാന്റിന്റെ വെയിറ്റ് എത്രയാണെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാന്റ് ഫ്രീ ആയിട്ട് തരാം. അതെങ്ങനെയുണ്ട്? അതെ അതെ, അത് കൊള്ളാം. എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാന്റ് വേറെ ഇല്ല. ഓപ്ഷൻസ് വേണോടാ? വേണ്ടല്ലേ? ഇതാവുമ്പോ അരിക്കൂടെ കാച്ച് കേടും കണ്ടോ. വേണമെങ്കിൽ ഷൂ ഇടാം. അതെ, പിന്നെ ആൽബിയുടെ ഷൂവിന്റെ പൈസ എത്രയാന്ന് പറഞ്ഞാലും അതും ഇവൻ ഫ്രീ ആയിട്ട് തരുന്നതാണ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ ഐഷയോടൊപ്പം നടക്കുകയായിരുന്നു. എടാ, ഞാൻ എന്റെ ക്ലാസ്സിൽ പോയി. ക്ലാസ് ഒന്നും ഓർന്നിട്ടില്ല. എങ്ങടെ ഇത്ര ആവശ്യത്തിൽ പോണേ? വാ, നമുക്ക് ആൽബിനെ സഹായിക്കാം. ഗൈസ്, ഇരുട്ടുള്ള കോളേജ്. വാട്ട് എ കോളേജ്. അങ്ങനെയല്ല, വാട്ട് എ കോളേജ്. സ്വന്തം കോളേജിന്റെ പ്രമോഷൻ. ഓ, ഇതെന്റെ കോളേജും അല്ല, പൊട്ട കോളേജ്. ഗൈസ്, ജൂറി ക്ലാസ്. ഞാൻ തന്നെയാണത്. എടാ, എന്ത് നോക്കിയടാ? ഇതാണ് കോളേജിലെ ജൂറിയുടെ വികൃതപ്പാടുകൾ. കണ്ടോ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. എല്ലാ കുട്ടികളും ജൂറിക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഇതാണ് സുശാൻ, റിയ സുശാൻ, നമ്മുടെ ഹെഫ്സിബ റോണി. ഇതെന്ന് വെച്ച് തീരുന്ന ഒരു ഐഡിയ ഇല്ല സുഹൃത്തുക്കളെ. ആൽബി അവിടെ വൻ ഒരുക്കങ്ങളാണ്. ഫ്രീക്കൻ തന്നെയല്ലേ ആൽബി? ഇതേ നോക്ക്, സ്റ്റൈലും തന്നെ. കുഞ്ഞു കണ്ണുകളാ, സ്റ്റൈലും ചെയ്യാ. ആൽബി അതെ കറക്റ്റ്. എന്താ ആൽബി ഇങ്ങനെയൊക്കെ? അത്രയൊന്നുമില്ല, അത് കൊറേ ഉണ്ട്. We'll review this one. What the?
ഇവൻ എന്തീ കാണിക്കുന്നേ? ആൽബി രാവിലെ പോയില്ലായിരുന്നു. I mean, how could you be so bevafra? You're pasting that also and you have this also. ആൽബി ഇവിടെ ബോർഡ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്ത് തോന്നുന്നു സ്വന്തം ബോർഡ് കണ്ടിട്ട്? എന്ത് 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 അതെ ഞാൻ പറയുന്നത്. ബോർഡ് നിറഞ്ഞിരിക്കും അവൻ്റെ. ഇനിയും വർക്കുണ്ട് അവന്. ഇത് ഞാനാണ് ഗൈസ്, ഞാൻ തന്നെ. ഇവൻ എടുത്ത ഷൂട്ടിൽ ഞാൻ ബ്ലിങ്കിറ്റൊക്കെ ഉണ്ടല്ലോ. ഹായ് അനുമോൾ. over there and then I'll start from there and then rest of the images over here. You're done with your boat? Guys, Arima, not Arima, Gerima. Gerima is arranging her boat. Yes. I'll be full set ആയിട്ടിരിക്കുകയാണ്. എന്താ മോനെ, ടെൻഷൻ ഉണ്ടോ? കിട്ടില്ല. 2 ലാപ്ടോപ്പ്, ബോർഡ് ഫുള്ള് നിറഞ്ഞിരിക്കുന്നു. ടെൻഷൻ നോക്കണ്ടേ? ഇങ്ങോട്ട് ടെൻഷൻ അടിക്കാതെ ഇങ്ങോട്ട് ചില്ല. മോൻ കണ്ടറിയാൻ്റെ. ഇനി ബാക്കി നമുക്ക് ആൽബിയുടെ ജൂറി വരുമ്പോൾ അവൻ്റെ റിയാക്ഷൻ കാണാം. ഓക്കെ, ആൽബി ജൂറിക്ക് കയറിയിട്ട് എന്താ പറയണ്ട്? തള്ളപ്പടി എണീച്ച് പെട്ട് അവനെ കൊടയുന്നു. അവൻ മരിച്ച് ആൽബി മരിച്ച്. അവൻ വിറയ്ക്കുന്നു. ഗൈസ്, ഇവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും? ആൽബി കുടഞ്ഞ്. ആൽബിയുടെ ജൂറ് കഴിഞ്ഞു. ആൽബിയുടെ ജൂറ് കഴിഞ്ഞു. 1 മണിക്കൂർ എന്തോ അവൻ ചത്ത്. ഞാൻ കാണിച്ചു തരാം അവനെ. എന്താ ഉണ്ടായേ? ഞങ്ങൾ ഗ്രൂപ്പ് അസൈൻമെന്റ് ഉണ്ടായി. ഗ്രൂപ്പ് അസൈൻമെന്റ് പോയിട്ട് തള്ളക്ക് എന്തൊക്കെയോ അറിയണ്ടേ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നിന്ന് കുഴപ്പിച്ചു. ഒന്നും പറയണ്ട. തള്ളക്ക് ഒരു വെളിവില്ല. ഞങ്ങളൊരു പരിപാടി എടുത്തിട്ട് ആ ഷോയിന്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഷോയ്ക്ക് ഈ പേര് ഇട്ടത്? എനിക്ക് മലയാളം പേര് വേണം, തമിഴ് പേര് വേണം. എന്റെ പേര് വരാം. കട്ട് ചെയ്തുള്ളത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടൂട്ടുവോ. ഇവന്റെ കഴിഞ്ഞു. ഇനി എന്റെ ആണ്. ഇനി എന്റെ ജൂറി നമ്മൾ ബാക്കി നിങ്ങൾക്ക് കാണാം. ശരി എന്നാ. അങ്ങനെ എൻ്റെ വർക്കിൻ്റെ സമയം, എൻ്റെ ജൂറിയുടെ ടൈം ആയിരിക്കാം. ഇവൻ്റെ കഴിഞ്ഞു. ഇനി എൻ്റെത്. എൻ്റെ ബോർഡ് കാണിച്ചത്ര. ഇവൻ്റെ ബോർഡാണ് ഇതാ ഈ കാണുന്നത്. മുണ്ടൊക്കെ എടുത്തിരിക്കുകയാണ് കള്ളൻ. പേടിച്ചിരിക്കുന്ന ആൽബിൻ ജൂറി നടക്കുന്നു. പേടിച്ചിരിക്കുന്ന ആൽബിൻ. വെള്ളം കുടിക്കുന്ന ആൽബിൻ. ടെൻഷൻ. പിന്നെയും വെള്ളം കുടിക്കുന്ന ആൽബിൻ.
തിക്കുണ്ടതി പെച്ചുണ്ടതി. ജൂറി കഴിഞ്ഞു എന്നാ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി വന്നിട്ട് ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു സൂപ്പർ ഫോട്ടോ. എല്ലാവരും കൈയൊക്കെ ഒന്നടിച്ച് അത് സോറി, കൈയടിച്ചപ്പോ കൈയടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൈയടിക്കുവാണെങ്കിൽ എടുക്കാൻ. പക്ഷെ ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് മുട്ടി. ക്യാമറമാനെ മൂത്രമൊഴിക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തില്ല, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വന്നിട്ട് ഓടിക്കളഞ്ഞു. ഇത് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. ജൂറി കഴിഞ്ഞു. കേട്ടോ ഞാൻ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കള്ളൻ ജോക്കി. അങ്ങനെ ജൂറി സൂപ്പറായി നടന്നു അല്ലേ? എല്ലാവരും കൈയടിച്ചു. പക്ഷെ സോറി, കൈയടിക്കുന്ന സമയത്ത് ക്യാമറമാൻ കൈയടിച്ചായിരുന്നോ? ആ കൈയടിച്ചു. ഞാനും കൈയടിച്ചു. ആണോടാ? എന്താ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണോ ഇവൻ? അല്ല. അപ്പൊ നന്നായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അത് പിന്നെ എങ്ങനെയാ നല്ല നല്ല മോഡൽസ് ഒക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്താക്കണേക്കാ. അങ്ങനെ ജൂറി കഴിഞ്ഞു. നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു ജൂറി. അപ്പോൾ ഇനിയിപ്പോൾ നാളെയാണ് എനിക്കിനി ഒരു പ്രാക്ടിക്കൽ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.